നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 പ്രാക്ടിക്കലിന്റെ ഫിസിക്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വീഡിയോ. ഈ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ചെയ്യുന്ന എല്ലാ എക്സ്പീരിയൻസിൻ്റെയും ഉറപ്പായും ചോദിക്കുന്ന വൈവ ക്വസ്റ്റ്യൻസ്. ഇത് മാത്രം, ഈ വീഡിയോ മാത്രം കണ്ടുപിടിച്ചാൽ മതി. വൈവ ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അന്നേരം എങ്ങനെയൊക്കെ ഏതൊക്കെ ചോദ്യങ്ങൾ കേരളത്തിലെ അധ്യാപകർ ഏതെങ്കിലും രീതിയിൽ എവിടെ നിന്ന് ചോദിച്ചാലും നമുക്ക് ഉത്തരം പറയാവുന്ന രീതിയിൽ ഉള്ള വൈവ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളൊരു അധ്യാപനമായിട്ട് നിൽക്കുമ്പോൾ നമുക്കും അറിയാം ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ചോദിക്കുന്നു, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ അറ്റം വരെ ചോദിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് കാണാം. അന്നേരം ഓരോ എക്സ്പീരിയൻറ്റും മാഷ് വ്യക്തമായിട്ട് എൻ്റെ വൈവ ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോവുകയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ് ഫ്രം വെർനിയർ കാലിപ്പസ്. വെർനിയർ കാലിപ്പസിൽ നമുക്കറിയാം എന്താണ് മെയിൻ സ്കെയിൽ MSR എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ സ്കെയിൽ റീഡിംഗ് ആണ്. എന്താണ് ഫുൾ നെയിം ചോദിക്കാം. അതിനകത്ത് VSR എന്ന് പറഞ്ഞാൽ വെർനിയർ സ്കെയിൽ റീഡിംഗ് ആണ്. അതായത് MSR ഉണ്ട്, VSR ഉണ്ട്, വെർനിയർ സ്കെയിൽ റീഡിംഗ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വെർനിയറിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും, എഴുതിയിരിക്കണം പരീക്ഷയ്ക്ക്. 0.01 സെന്റിമീറ്റർ ആണ്. 0.01 എന്ന് മാത്രം എഴുതരുത്, 0.01 സെന്റിമീറ്റർ ആണ്. പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെ ഇക്വേഷൻസ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ഇപ്പോൾ റെക്ടാങ്കിൾ ബ്ലോക്കിൻ്റെ LBH, അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ πr²L, സ്ഫിയറിൻ്റെ 4/3 πr³, ഇങ്ങനെയുള്ള ഇക്വേഷൻസ് എല്ലാം കൃത്യമായിട്ട്, വോളിയത്തിൻ്റെ ഇക്വേഷൻ എല്ലാം പഠിച്ചുകൊണ്ട് പോവുക. റിസൾട്ട് എഴുതുമ്പം SI യൂണിറ്റിൽ റിസൾട്ട് എഴുതുക. അന്നേരം വെർനിയറിനെ കുറിച്ച് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള വെർനിയറിൻ്റെ റീഡിംഗ് ഒക്കെ എടുത്ത് കാണിക്കാൻ ചോദിക്കുമായിരിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ വെർനിയറിൻ്റെ അത്യാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇതിൽ കൂടുതലൊന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഇല്ല. ലീസ്റ്റ് കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, സ്ക്രൂ ഗേജ്. എന്തൊക്കെ കാര്യങ്ങളാണ് സ്ക്രൂ ഗേജ് ചോദിക്കുന്നത്? സ്ക്രൂ ഗേജ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നതിന് മുമ്പേ നമുക്ക് PSRഉം HSRഉം. PSR എന്ന് പറഞ്ഞാൽ എന്തുവാ? പിച്ച് സ്കെയിൽ റീഡിങ്ങും HSR ഹെഡ് സ്കെയിൽ റീഡിങ്ങും. സീറോ കറക്ഷൻ എന്താണ്? ഇപ്പം ഞാൻ പറഞ്ഞു, പിച്ച് സ്കെയിലിൻ്റെ 0യും ഹെഡ് സ്കെയിലിൻ്റെ 0യും കോയിൻസൈഡ് ചെയ്ത് നിന്നാൽ, ഇങ്ങനെ കോയിൻസൈഡ് ചെയ്ത് 0യും കോയിൻസൈഡ് ചെയ്താൽ സീറോ കറക്ഷൻ 0. പിച്ച് സ്കെയിലിൻ്റെ 0 ആയത് അതിൻ്റെ മുകളിലാണ് ഹെഡ് സ്കെയിലിൻ്റെ 0 നിൽക്കുന്നതെങ്കിൽ പ്ലസ്, താഴെയാണ് നിൽക്കുന്നതെങ്കിൽ മൈനസ്. അതാണ് സീറോ കറക്ഷൻ. പിന്നെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ് സ്ക്രൂ ഗേജിന്റെ? 0.01 മില്ലിമീറ്റർ ആണ്. 0.01 മില്ലിമീറ്റർ ആണ് ഏതിന്റെ? സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട്. വിച്ച് ഈസ് മോർ ആക്യുറേറ്റ്? സ്ക്രൂ ഗേജ് ആണോ വെർനിയർ ആണോ? സ്ക്രൂ ഗേജ് ഈസ് മോർ ആക്യുറേറ്റ്. നമ്മുടെ ഒരു തലമുടിയുടെ പോലും തിക്നെസ് കണ്ടുപിടിക്കാൻ ഏതുകൊണ്ട് പറ്റും? സ്ക്രൂ ഗേജ് കൊണ്ട് പറ്റും. കാരണം 0.01 മില്ലിമീറ്റർ ആയതുകൊണ്ട്. അത്രയും ആക്യുറസി ഇല്ല വെർനിയർ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക. എൻ്റെ ഗ്ലാസ് പ്ലേറ്റിൻ്റെ വോളിയം, തിക്നെസ്, എൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ, ഏരിയ ഇൻറ്റു തിക്നെസ്, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, വയറിൻ്റെ ഇക്വേഷൻ, ഇതെല്ലാം റിസൾട്ട് ഉൾപ്പെടെ സ്റ്റാൻഡേർഡ് SI സിസ്റ്റത്തിലുള്ള യൂണിറ്റ് ഉൾപ്പെടെ നിങ്ങൾ എഴുതണം. ഇത്രയും കാര്യങ്ങൾ സ്ക്രൂ ഗേജിൽ പഠിച്ചുകൊണ്ട് പോവുക. നെക്സ്റ്റ് വൺ, സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിൽ ആദ്യം ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യം എന്താണ്? സിമ്പിൾ പെൻഡുലത്തിന്റെ കണ്ടുപിടിക്കുന്നത് എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയാണ്? 9.8 m/s². വാട്ട് ഈസ് മീൻ ബൈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ആക്സലറേഷൻ കോസ്ഡ് ബൈ എർത്ത് അട്രാക്ഷൻ. ഇനി അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുന്നത്? L-ഉം T² വെച്ചാണ്, L/T² ആണ് ഗ്രാഫ് വരയ്ക്കുന്നത്. പിന്നെ സിമ്പിൾ പെൻഡുലത്തിന്റെ ഏതിൻ്റെ ആപ്ലിക്കേഷനായിട്ടൊക്കെ വരുന്ന എക്സാമ്പിളായിട്ട് വരുന്നതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ശ്രദ്ധിച്ചോണം, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എക്സാമ്പിളാണ് സിമ്പിൾ പെൻഡുലം. ഇത് ഓർത്ത് വെച്ചോളുക. അന്നേരം അത് കൃത്യമായിട്ട് അറിയണം. പിന്നെ ഓസിലേഷൻ എടുക്കുന്നതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ജിയുടെ വാല്യൂ 9.8 നമുക്ക് കിട്ടണം. പിന്നെ എന്താണ് സെക്കൻഡ്സ് പെൻഡുലം? ചിലപ്പോൾ സെക്കൻഡ്സ് പെൻഡുലം ഉള്ളവർക്ക് അത് ചോദിക്കാം. സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് 2 സെക്കൻഡ് ആകുന്നതിനാണ്. ക്യാപിറ്റൽ T = 2 സെക്കൻഡ്. സെക്കൻഡ്സ് പെൻഡുലം എന്നല്ലേ, ടൈം പീരീഡ് 2 സെക്കൻഡ് ആകുന്നതാണ് നമ്മൾ സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയുന്നത്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ L-ഉം T² വെച്ച് ഗ്രാഫ് വരയ്ക്കുക. L along the x-axis and T² along the y-axis. ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടണം. എന്നിട്ട് അത് സ്ലോപ്പ് എടുത്ത് വരയ്ക്കണം. അതെല്ലാം നമ്മുടെ വീഡിയോസിനകത്തുണ്ട്. ഇത് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം ഇത്രയും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. G = 4π² L/T². 4π² L/T². അത് ഗ്രാഫ് ആകുമ്പോൾ 4π² AB/BC. ആ സ്ലോപ്പ് വെച്ച് ഗുണിക്കുക. 9.8 കിട്ടണമെന്നുള്ളത് ഓർക്കുക. അന്നേരം 3, 4 ഗോസ് ടു പാരലോഗ്രാം അല്ലെങ്കിൽ കൺകറന്റ് ഫോഴ്സസ്. പാരലോഗ്രാമിൽ ഓട്ടോമാറ്റിക്കായിട്ട് പാരലോഗ്രാം ചോദിക്കാം. പാരലോഗ്രാം എന്താണെന്ന് ചോദിക്കാം. പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക്
ഈക്വൽ സൈഡ് ഉണ്ടെങ്കിലും അതിൻ്റെ ഡയഗണലാണ് നിശ്ചയിക്കുന്ന ബാക്കിയുള്ള സൈഡുകളുടെ സം. നമ്മൾ പാരലോഗ്രാമും ട്രയാങ്കിൾ ലോയും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് +1-ൽ. പാരലോഗ്രാം ലോ പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ പലരോടും ചോദിക്കുന്നതാണ്, എന്താണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്? വളരെ സിമ്പിളായിട്ടൊരു അധ്യായം ചോദിക്കുകയാണ്, എന്താണ് പാരലോഗ്രാം കണ്ടുപിടിക്കുന്നത്? എന്നിട്ട് നിങ്ങൾ പാരലോഗ്രാം കണ്ടുപിടിക്കുന്ന പാരലോഗ്രാം അല്ല, നമ്മൾ ഒരു കല്ലിട്ടിട്ടുണ്ട്, ആ കല്ലിൻ്റെ വെയിറ്റ് ആണ്, വെയിറ്റ് ഓഫ് ദി സ്റ്റോൺ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ കല്ലിൻ്റെ വെയിറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടണം. അതിനാണ് പല വെയിറ്റ് ഇട്ട് മാറ്റി 100, 100, 150, 200, 250 ഒക്കെ ഇട്ടാലും കല്ലിൻ്റെ വെയിറ്റ് മാറുമോ? ഇല്ല, കല്ലിൻ്റെ വെയിറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. അന്നേരം അത് ആണ് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അന്നേരം W=OC × സ്കെയിൽ എന്നോ പറഞ്ഞ ഇക്വേഷനൊക്കെ ഓർത്തിരിക്കുക. അത്രയും നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയ പാരലോഗ്രാമായി. ഇനി മൊമെന്റ് ബാർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ സ്കെയിൽ ബാലൻസ് ചെയ്യുന്നു. സെൻറ്റർ ഓഫ് മാസ് എന്താണ്? സെൻറ്റർ ഓഫ് മാസ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഏത് വസ്തുവിനും ഒരു സെൻറ്റർ ഓഫ് മാസ് ആണ് ഉണ്ട്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മാസിനെ അടങ്ങിയിരിക്കുന്ന ഗ്രാവിറ്റിയെ പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും പഠിക്കുക. പിന്നെ മൊമെന്റ് ബാറിനകത്ത് ചെയ്യുന്ന രീതിയിൽ പടം നിർബന്ധമായിട്ട് നിങ്ങൾ പടം വരയ്ക്കണം. ആ പടത്തെക്കുറിച്ച് ചിലപ്പം ചോദിക്കാം. നടുക്കുള്ള പോയിന്റ് G എന്ന് എടുക്കുന്നു, CG, DG ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോയിന്റ്സ് എടുക്കുന്നത് എങ്ങനെയാണ്, ഏതെങ്കിലും ഒരെണ്ണം കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുക. അങ്ങനെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് മൊമെന്റ് ബാറിൽ ചോദിക്കുള്ളൂ. അങ്ങനെ വലിയ കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്ന പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റോ അങ്ങനെ ഒന്നും ചോദിക്കത്തില്ല. വളരെ സിമ്പിളായിട്ടുള്ള നിങ്ങൾ ചെയ്യുന്നത് വെച്ചുള്ള ക്വസ്റ്റ്യൻസേ മൊമെന്റ് ബാറിൽ പ്രതീക്ഷിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ മൊമെന്റ് ബാറിൽ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ അടുത്തത് ഹെലിക്കൽ സ്പ്രിങ്. ഹെലിക്കൽ സ്പ്രിങ് ഏത് ലോ ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ ഹുക്സ് ലോ. വിത്തിൻ ദി ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അന്നേരം അത് വളരെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഹുക്സ് ലോ ഉറപ്പായിട്ട് ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ, അത് ഹെലിക്കൽ സ്പ്രിങ് ലോഡ് എക്സ്റ്റൻഷൻ ആണോ ഓസിലേഷൻ മെത്തേഡ് ആണെങ്കിലും എല്ലാം ഹുക്സ് ലോ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്ന രീതി M/T², അതിൻ്റെ M ഉം T² വെച്ച് ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുന്ന രീതി, ഗ്രാഫിൻ്റെ ഷേപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. അതിനകത്ത് ഹെലിക്കൽ സ്പ്രിങ്ങിൽ നിന്ന് വേറെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്ന രീതിയിലുള്ള ലോഡ് എക്സ്റ്റൻഷൻ ഒക്കെ ഉള്ള സാധാരണ രീതിയിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമേ ഹെലിക്കൽ സ്പ്രിങ്ങിൽ നിന്ന് ചോദിക്കുള്ളൂ. ഈ പറയുന്ന ഹുക്സ് ലോ നന്നായിട്ട് നോക്കുക. അതാണ് മെയിനായിട്ട് അതിനകത്തുള്ളത്. പിന്നെ റെസണൻസ് കോളം, പല സ്കൂളിലും റെസണൻസ് കോളം ഉണ്ട്. അന്നേരം റെസണൻസ് ട്യൂബ് ഉപയോഗിക്കുമ്പം എന്താണ് റെസണൻസ്? നാച്ചുറൽ ഫ്രീക്വൻസിയും എക്സ്റ്റേണൽ ഫ്രീക്വൻസിയും സെയിം ആകുമ്പം മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നതിനാണ് നമ്മൾ റെസണൻസ് എന്ന് പറയുന്നത്. നാച്ചുറൽ ഫ്രീക്വൻസിയും എക്സ്റ്റേണൽ ഫ്രീക്വൻസി സെയിം ആകുമ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നതിനെ പറയുന്ന പേരെന്താണ്? റെസണൻസ് എന്നാണ്. ഈ റെസണൻസി നമ്മൾ എന്താണ് റെസണൻസി എന്ന് കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്. വെലോസിറ്റി ഓഫ് സൗണ്ട് എത്രയാണെന്ന് ചോദിക്കാം. 340 m/s. 340 മീറ്റർ, 340 m/s ആണ് നമുക്ക് കിട്ടേണ്ടത്. അന്നേരം VT = 2n × L2 - L1. N എന്താന്ന് ചോദിക്കാം, ലെറ്റേഴ്സ് എല്ലാം ചോദിക്കാം. N എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. അതിനകത്ത് തന്നിരിക്കുന്നത് 384, 480, 224 തന്നിരിക്കുന്ന ഫ്രീക്വൻസി. L2, L1 ഫസ്റ്റ് റെസണന്റ് ഫ്രീക്വൻസി, L2 സെക്കൻഡ് റെസണന്റ് ഫ്രീക്വൻസി. അതുപോലെ നിങ്ങൾക്ക് V0 ചോദിക്കാം, റൂം ടെമ്പറേച്ചർ. VT - 0.60. അതിനകത്ത് T എന്ന് പറയുന്നത് നോർമൽ ടെമ്പറേച്ചർ, നമ്മുടെ സാധാരണ ടെമ്പറേച്ചർ 28, 29, 30 ഒക്കെ എടുക്കുന്ന ടെമ്പറേച്ചറാണ് സ്മോൾ t എന്ന് പറയുന്നത്. അന്നേരം ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചുകൊണ്ട് പോവുക. ഇങ്ങനെയുള്ള കാര്യം റെസണൻസ് എന്താണെന്ന് പഠിച്ചുകൊണ്ട് പോവുക. അതൊക്കെയാണ് റെസണൻസ് കോളത്തിൽ ചോദിക്കുന്നത്. എന്താണ് റെസണൻസ് എന്താണെന്ന് ഉറപ്പായിട്ട് ചോദിച്ചിരിക്കും. പിന്നെ പ്രിസം, കുറേ സ്കൂളിൽ പ്രിസം ചോദിക്കുന്നുണ്ട്. എല്ലാ സ്കൂളിലും ഇല്ല പ്രിസം, ചില സ്കൂളിലുണ്ട് പ്രിസം. പ്രിസത്തിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ടും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ N = sin A + D/2 sin A/2. A എന്താണ്? ആംഗിൾ ഓഫ് ദി പ്രിസം. ക്യാപിറ്റൽ D എന്താണ്? ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. പ്രിസത്തിനകത്ത് സ്വാഭാവികമായിട്ടും ID ഗ്രാഫ്, I along the x axis and D along the y axis, ID ഗ്രാഫ് ഉണ്ട്. പിന്നെ പ്രിസത്തിനകത്ത് സ്വാഭാവികമായിട്ടും റിഫ്രാക്ഷൻ ചോദിക്കാം, ചിലപ്പോൾ റിഫ്ലക്ഷൻ ചോദിക്കാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകൾ ചോദിക്കാം. ലോസ് ഓഫ് റിഫ്രാക്ഷൻ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒക്കെ നമ്മൾ ലെൻസിലും മിററും ഒക്കെ പഠിച്ചുകൊണ്ട് പോകുന്നതാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ. പിന്നെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുക. പിന്നൊക്കെ വെച്ച് കൃത്യമായിട്ട് വരയ്ക്കുന്നതൊക്കെ നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അത്രയും മാത്രമേ ഉള്ളൂ. ആ ഗ്രാഫ് വരുന്ന ഒരു ഷേപ്പ് കൃത്യമായിട്ട് ആദ്യം പതുക്കെ ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് ഒരു പോയിന്റ് വന്നതിന് ശേഷം പിന്നെ അത് ഇൻക്രീസ് ചെയ്ത് പോകുന്ന ആ ഗ്രാഫ് കൃത്യമായിട്ട് ഇതാക്കുക. ഗ്രാഫ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ആ ഇക്വേഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. N = sin A + D/2 sin A/2. ഇത് പ്രിസം. ഇനി ഓംസ് ലോ, ഇലക്ട്രിക്കലിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ളത് ഓംസ് ലോ ആണ്. മീറ്റർ ബ്രിഡ്ജും പൊട്ടൻഷ്യോമീറ്ററും ഇപ്പോൾ ഇല്ല. ഓംസ് ലോ ഉറപ്പായിട്ട് എന്ത് ചോദിക്കും? എന്താണ് ഓംസ് ലോ? At constant temperature, current through a conductor is directly proportional to the
പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ, വി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ, ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. അത് ആർ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, അതിന് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എന്ന് പറയും. പിന്നെ അതിൻ്റെ യൂണിറ്റ് എന്നോ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ ഓമാണ്, റെസിസ്റ്റിവിറ്റിയുടെ ഓം മീറ്റർ ആണ്. കണ്ടക്ടിവിറ്റി, റെസിസ്റ്റിവിറ്റി ഇതിൻ്റെയൊക്കെ യൂണിറ്റുകൾ നോക്കിക്കൊണ്ട് പോവുക. പിന്നെ വി ഐ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടണം. സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയാൽ മാത്രമേ ഓംസ് ലോ ഒബേ ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളല്ല, അങ്ങനെയുള്ള ഓംസുമായിട്ട് ബന്ധപ്പെട്ട റെസിസ്റ്റൻസ്, ഏതൊക്കെ ഫാക്ടേഴ്സ് റെസിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യുക, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ഏരിയ ക്രോസ് സെക്ഷൻ, ടെമ്പറേച്ചർ, നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, ഏതൊക്കെ ഫാക്ടേഴ്സ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ഓംസിൽ ഇത്രയും കാര്യങ്ങൾ എല്ലാത്തിൻ്റെയും സ്റ്റാൻഡേർഡ് യൂണിറ്റുകളും എല്ലാം, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി, റെസിസ്റ്റൻസ്, കണ്ടക്ടൻസിൻ്റെ എല്ലാ യൂണിറ്റുകളും പഠിച്ചുകൊണ്ട് പോവുക. ഇതാണ് ഓംസ് ലോ. ഇനി കോൺവെക്സ് ലെൻസും കോൺകേവ് മിററും. കോൺവെക്സ് ലെൻസിൽ സ്വാഭാവികമായിട്ടും റിഫ്രാക്ഷൻ, ലെൻസിൽ റിഫ്രാക്ഷൻ ആണ് പ്രിൻസിപ്പിൾ. ലോസ് ഓഫ് റിഫ്രാക്ഷൻ ചോദിക്കാം. The incident ray, the refracted ray and the normal to the surface of separation lies in the same plane. Snell's law, the ratio of sine of the angle of incidence to the sine of the angle of refraction is a constant. Sin I by sin R is equal to a constant. പിന്നെ സ്വാഭാവികമായിട്ടും യു എന്താണ്, വി എന്താണ്. യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, വി എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ഫിസിക്കലി യു വി ബൈ യു പ്ലസ് വി ആണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല ജസ്റ്റ് ഒന്ന് പഠിച്ചുകൊണ്ട് പോവുക. മറ്റേ 1/v മൈനസ് 1/u ഇസിക്കൽ 1/f. പിന്നെ എൻ മൈനസ് മറ്റേ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ ഈ ഇക്വേഷൻ പഠിച്ചുകൊണ്ട് പോവുക. അതായത് n-1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. അങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ യൂസസ് ചോദിക്കാം. ലെൻസിൻ്റെ യൂസ് മൈക്രോസ്കോപ്പിലും ടെലിസ്കോപ്പിലും, ഇത് പെട്ടെന്ന് ഓർത്തിരിക്കാം. മൈക്രോസ്കോപ്പിലും ടെലിസ്കോപ്പിലും ഒക്കെ യൂസ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അതായത് 2 കൂടുതൽ യൂസ് ഒന്നും ഒരിക്കലും ചോദിക്കാൻ ചാൻസ് ഇല്ല. അന്നേരം ലെൻസ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ യു വി ഗ്രാഫ്, യു അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് വി അലോങ് ദി വൈ ആക്സിസ് പരാബോളിക് കർവ് കിട്ടണം. 1/u 1/, ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടണം. ആ ഗ്രാഫ് ഉണ്ടെങ്കിൽ ഗ്രാഫ് കൃത്യമായിട്ട് വരയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് ലെൻസ്. ഇനി കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ റിഫ്ലക്ഷൻ എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. മിറർ ആകുമ്പോൾ റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ഷൻ്റെ പ്രോപ്പർട്ടീസ് ലോസ് ഓഫ് റിഫ്ലക്ഷനകത്ത് ദി ഇൻസിഡന്റ് റേ, ദി റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദി നോർമൽ ലൈസ് ഇൻ ദി സെയിം പ്ലെയിൻ. പിന്നെ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ സെയിം ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡും നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡും ഒക്കെ ജസ്റ്റ് ഓർത്തിരിക്കുക. ലെൻസിനകത്ത് പവർ ഓഫ് എ ലെൻസ്, അത് ഞാൻ വിട്ടുപോയതാണ്. പവർ ഓഫ് എ ലെൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പവർ ഓഫ് എ ലെൻസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്, P ഈക്വൽ ടു 1/f. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്. ലെൻസിൻ്റെ ആണ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്. പവർ ഓഫ് എ ലെൻസിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ, അത് മറക്കരുത്. പവർ ഓഫ് എ ലെൻസ് ഉള്ളതാണ്. പിന്നെ മിററിൻ്റെ യൂസസിനകത്ത് ഷേവിങ് മിററായിട്ട് ഉപയോഗിക്കുന്നു. സോളാർ ഫർണസസിലൊക്കെ ഉപയോഗിക്കുന്നതെല്ലാം ഏതാണ്, ഈ കോൺകേവ് മിററാണ്. അന്നേരം യൂസസ് നിർബന്ധമായിട്ടും ലെൻസിൻ്റെയും മിററിൻ്റെയും നോക്കണം. അന്നേരം ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ, ഇങ്ങനെയുള്ള അത്യാവശ്യം മെയിനായിട്ടുള്ള പ്രാക്ടിക്കൽ എല്ലാം നമ്മൾ വൈവ ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട, നല്ലപോലെ വൃത്തിയായിട്ട് ചെയ്യുന്നു. ഒരു ടെൻഷൻ ഇല്ലാതെ നിങ്ങൾ ചോദിക്കുന്നതിന് വളരെ ഇതായിട്ട് മറുപടി പറയുക. ഇതെല്ലാം ഒന്ന് കേട്ട് 1, 2, 3 വട്ടം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 10 മിനിറ്റ് കൊണ്ട്, അല്ല 10-15 മിനിറ്റ് 2, 3 വട്ടം കേട്ടിട്ട് ഇതങ്ങ് പഠിച്ചുകൊണ്ട് പോവുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. വൈവയ്ക്ക് എല്ലാവർക്കും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് കേട്ട് നല്ലപോലെ പഠിച്ച് വൈവയ്ക്ക് പോയി നല്ല മാർക്ക് സ്കോർ ചെയ്യുക. പ്രാക്ടിക്കൽ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നല്ല മാർക്ക് കിട്ടട്ടെ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെവർ എവർ ഗിവ് അപ്പ്. എന്തായാലും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാ കുട്ടികളും ഗംഭീരമായിട്ട് പഠിച്ച് കേരളത്തിലെ എല്ലാ കുട്ടികളും നല്ല മാർക്ക് കിട്ടട്ടെ.